പ്രിയപ്പെട്ടവരെ, ഈ പുതുവത്സര ദിനത്തിൽ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒപ്പം കായിക പ്രേമികളായ ജനങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടി ഒരുക്കുകയാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്ന് റിപ്പോർട്ടർ ചാനലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വയനാട് മാനന്തവാടിയിൽ തുടക്കം. ജനുവരി 1 മുതൽ 7 വരെ മാനന്തവാടി താഴെയങ്ങാടിയിൽ സജ്ജീകരിച്ച സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. റിപ്പോർട്ട് കണ്ടുവരാം. റിമാൽ ഗ്രൂപ്പ് ട്രോഫിക്ക് വേണ്ടിയും രാജേഷ് മണ്ണാമ്പറമ്പിൽ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുമുള്ള ടൂർണമെന്റിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമുള്ള പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. വിവിധ ജില്ലാ ടീമുകൾക്ക് വേണ്ടി KSEB, BPCL, കേരള പോലീസ് തുടങ്ങിയ ടീമുകളും അണിനിരക്കുന്നു. സ്റ്റേറ്റ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് ജനുവരി 1 മുതൽ 7 തീയതി വരെയാണ് ഇവിടെ നടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ അവസാന നിമിഷത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പുരുഷ ടീമുകളും അതേപോലെ തന്നെ വനിതാ ടീമുകളും 14 ജില്ലയിൽ നിന്നും ഈ ടൂർണമെന്റിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാർ, MLA-മാരായ OR കേളു, T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്, ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫ്, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ, റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിൻ, മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. റിപ്പോർട്ടർ ചാനലിന്റെ സഹകരണത്തോടുകൂടി ജില്ലാ സ്പോർട്സ് കൌൺസിലും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും നടത്തുന്ന സംസ്ഥാന പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും മാനന്തവാടിയിൽ പൂർത്തിയായി കഴിഞ്ഞു. വലിയ ആവേശത്തോടുകൂടിയും ആഘോഷമാക്കി മാറ്റുന്ന രൂപത്തിലുമാണ് മാനന്തവാടിയിൽ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ രൂപത്തിലുള്ള വൻ ജനാവലിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഡിപ്പാർട്ട്മെന്റ് കളിക്കാർ പങ്കെടുക്കുന്നു. കേരളത്തിന്റെ നിരവധി സീനിയർ സ്റ്റേറ്റ് താരങ്ങളും പങ്കെടുക്കും. റിപ്പോർട്ടർ, വയനാട്.